ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നാണെങ്കിൽ ഒരു നൈറ്റി മെറ്റീരിയലാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് പാൻറ് തയ്ക്കാനാണ് ഈ മെറ്റീരിയൽ കൊണ്ട്. അപ്പം നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം. ഈ നൈറ്റി മെറ്റീരിയൽ മുഴുവനും നിവർത്തിയിട്ട് ഒരു ഫോൾഡായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മളത് മുഴുവനും നിവർത്തിയിട്ട് ഒറ്റ ഫോൾഡായിട്ട്, നാലായിട്ട് മടക്കണ്ട, ഒറ്റ ഫോൾഡായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് നമുക്ക് വെട്ടിയെടുക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഏത് തുണി കിട്ടിയാലും നമ്മൾ തുണി മുറിച്ച് തരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എന്തായാലും ഒരു ലെവൽ വ്യത്യാസം കാണും. ആദ്യം ഇതൊരു സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഒരു 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇലാസ്റ്റിക് നമുക്ക് വെക്കാൻ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ആദ്യം വരയ്ക്കുക. നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വരച്ചിട്ട് താഴോട്ട് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യണം. ഞാൻ ഇത് ഈ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ ടേപ്പ് ഈ 2 ഇഞ്ചിന് താഴെ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് 38 ഇഞ്ച് നമ്മൾ 38 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് 3 ഇഞ്ച് നമുക്ക് താഴോട്ട് എടുക്കണം. അപ്പം 38ൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയാൽ 41 ഇഞ്ചിൽ ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴ്വശം നമുക്ക് 1.5 ഇഞ്ച് വെച്ച് ഒന്ന് മടക്കി അടിക്കാനാണ്. അപ്പം നല്ലതായിട്ടൊന്ന് മടക്കി അടിക്കാൻ വേണ്ടി 38ഉം 41ഉമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. അങ്ങനെ ഞാൻ താഴെ 2 ലൈനും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ മാർക്ക് ചെയ്യാം. മുകളിൽ ഞാൻ 11 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 11 ഇഞ്ച് ഹിപ്പ് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. അങ്ങനെ 12 ഇഞ്ച്. നമ്മൾ അവിടെ നിന്ന് താഴേക്ക് 14 ഇഞ്ച് ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്യുക. 14 ഇഞ്ചിലേക്ക് ഒരു ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്ത് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി എന്നിട്ട് നമുക്ക് ഈ ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്തതിൻ്റെ അടുന്ന് 2.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ക്രോച്ച് ലെന്തിൻ്റെ ഷേപ്പ്, നമ്മുടെ ആം ഹോളിന് ഷേപ്പ് വരയ്ക്കുന്ന രീതിയിൽ ക്രോച്ച് ലെന്ത് ഒരു ഷേപ്പും കൊടുക്കുക. അങ്ങനെ നമ്മൾ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് തന്നെ താഴേക്കും വരയ്ക്കുക. നമ്മൾ ഈ മേളിൽ വരച്ച അതേ 12 ഇഞ്ച് തന്നെ നമ്മൾ അങ്ങ് നീട്ടി അങ്ങ് വരച്ചാൽ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കാം. എന്നിട്ട് ഈ ലൈനും ഈ വരച്ച ലൈനിൻ്റെ ആ ഭാഗത്ത് ഈ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ക്രോച്ച് ലെന്തിൻ്റെ മാർക്ക് ചെയ്ത് ഇവിടെ വരെ പിടിച്ചിട്ട് ഇതിപ്പോൾ 15 ഇഞ്ച് അതിൻ്റെ പകുതി എടുക്കണം. ഇത് 7.5 ഇഞ്ച് മാർക്ക് താഴെ നമ്മൾ ഈ മടക്ക് വശത്ത് അവിടെ നിന്ന് സെയിം 7.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യും. പകുതി തന്നെ നമ്മൾ താഴെ മാർക്ക് ചെയ്യുക. താഴെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് ഇപ്പുറത്തോട്ടും 3 ഇഞ്ച് അപ്പുറത്തോട്ടും നമ്മളങ്ങ് മാർക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണമാണ് ഇവിടെ. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അതൊരു താഴോട്ട് ലൈൻ വരച്ചു. ഇനി എന്നിട്ട് നമ്മൾ ഇതേപോലെ നേരെ ലൈൻ അങ്ങ് വരയ്ക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ നേരെ ലൈൻ വരയ്ക്കണം. നമ്മളിതിങ്ങനെ ഒന്ന് ചരിച്ച് വരയ്ക്കണം. ഈ ഭാഗവും ഇങ്ങനെ ചരിച്ചൊന്ന് വരയ്ക്കാം. മനസ്സിലായോ? ഇങ്ങനെ ചരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ പാൻറ്റിൻ്റെ അടിഭാഗം കിട്ടും. അതിനു വേണ്ടി ഇങ്ങനെ ഒന്ന് ചരിച്ച് വരയ്ക്കുക. ഇനി എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ ഈ ഭാഗത്തോട്ടും ഒന്ന് മാർക്ക് ചെയ്യുക. അതിനു വേണ്ടി ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഹിപ്പ് കർവ് ഉണ്ടായിരുന്നേ, അപ്പോൾ അത് വെച്ച് ഞാനങ്ങ് മാർക്ക് ചെയ്യുക. ഇത് ഹിപ്പ് കർവ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് മാർക്ക് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനതങ്ങ് മാർക്ക് ചെയ്യുന്നതേ ഉള്ളേ. അതേപോലെ തിരിച്ച് വെച്ചിട്ട് ആ മാർക്കിങ് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ മേലേന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഇവിടെ കട്ട് ചെയ്യുക.
അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നേരെ കട്ട് ചെയ്യരുത്, ഇങ്ങനെ ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്യാനേ. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് നമുക്ക് ഒരു ഫോൾഡിംഗ് ഉണ്ട്. ഈ ഫോൾഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. എന്നിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അങ്ങനെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ച് നമ്മൾ മേലെ ഇലാസ്റ്റിക്കിന് വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരയ്ക്കാൻ. അങ്ങനെ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഈ വരച്ച ലൈനിൻ്റെ മേലെ നമുക്ക് ഫ്രണ്ട് പാർട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഈ ലൈനിൻ്റെ മേലെ ഫ്രണ്ട് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനേക്കാട്ടിലും ബാക്കിന് എല്ലാ ഭാഗത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗത്ത് 2 ഇഞ്ച്, ഈ ഭാഗം വരെ നമുക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. കേട്ടോ, ഞാൻ താഴെ വരെ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അതൊരു ലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇതുവരെ നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ ലൈനാണ് വരച്ചത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. നമ്മൾ ഈ ഭാഗത്തെല്ലാം 2 ഇഞ്ചല്ലേ. അപ്പം നമ്മുടെ ഈ 2 ഇഞ്ച് താഴോട്ട് വന്നിട്ട് അവിടെ നമ്മുടെ ക്രോച്ച് ലെന്തിനകത്തോട്ട് ഈ ഭാഗത്തോട്ടൊരു നേരെ വര വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ക്രോച്ച് ലെന്തിൻ്റെ ഷേപ്പ് കൂടെ കൊടുക്കാം. എല്ലാ ഭാഗത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തോട്ട് ഈ ലൈൻ അങ്ങ് വരയ്ക്കാം മേലെ വരെ. എന്നിട്ട് അവിടുന്ന് നീട്ടിയും വരയ്ക്കാം. എന്നിട്ട് ആ ക്രോച്ച് ലെന്തിൻ്റെ ഷേപ്പ് ഭാഗത്ത് നമുക്കൊന്നും ചെയ്യേണ്ട, ഇതേപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി. ഈ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ അങ്ങ് വരച്ചു. ഇനി എന്നിട്ട് അതേ കൂടെ നമ്മൾ ഈ ഭാഗം നമ്മൾ അതേ രീതിയിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പീസ് അങ്ങ് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ വരച്ച വര നേരെ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് മനസ്സിലായോ, ഈ ഭാഗത്തുനിന്ന് ആ മേലോട്ട് നമുക്കൊരു ക്രോസ് ആയിട്ടൊരു സ്റ്റാൻഡിങ് ലൈൻ ഒന്ന് വരയ്ക്കാം. കണ്ടോ, ഈ ഭാഗത്തുനിന്ന് നമ്മൾ ക്രോസ് ആയിട്ട് ഈ ഭാഗം മുട്ടത്തക്ക രീതിയിലൊരു നമ്മളിങ്ങനെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പീസ് അങ്ങ് മാറ്റുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യും. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താഴ്ഭാഗം വരെ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമുക്കൊരു ഫോൾഡിങ് ഉണ്ട്. ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. കണ്ടോ, അങ്ങനെ നമ്മൾ ആ പീസും 2ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നമ്മുടെ ക്രോച്ച് ഏരിയ തമ്മിൽ ഇങ്ങനെ മേലേന്ന് 1/2 ഇഞ്ചിൽ നമുക്ക് ക്രോച്ച് ഏരിയ ഇങ്ങനെയൊന്ന് തയ്ച്ചിട്ട് ഇവിടം വരെ ഒന്ന് തയ്ച്ച് നിർത്തണേ. അതേപോലെ മറ്റേ ഭാഗത്തും 1/2 ഇഞ്ചിൽ തയ്ച്ചിട്ട് 2 ക്രോച്ച് ഏരിയ തമ്മിലൊന്ന് തയ്ക്കണേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ക്രോച്ച് ഏരിയ 2ൻ്റെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് നമുക്ക് 2 സൈഡിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡൊന്ന് ജോയിൻ ചെയ്യണം. സൈഡൊന്ന് ജോയിൻ ചെയ്തിട്ട് താഴെ നമ്മളൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അടിഭാഗത്ത് 3 ഇഞ്ച് നമ്മൾ ഒരു പടി പോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. 2.5 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്കിങ് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ ഇവിടം തൊട്ടാണ് നമുക്ക് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഈ സൈഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ലെവലായിരിക്കുകയല്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് നേരെ നമ്മളൊരു ഇങ്ങനൊരു സ്റ്റിച്ച് താഴെ വരെയും കൊടുക്കുക. താഴെ വരെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2.5 ഇഞ്ച് മേലെ മാർക്ക് ചെയ്ത അവിടം വരെ മാത്രമേ നമ്മൾ നമ്മുടെ സ്ലിറ്റ് അടിക്കുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അതേപോലെ മറ്റേ സൈഡും ഒന്ന് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ ഈ 2 വശവും താഴെ സ്ലിറ്റിൻ്റെ അവിടെ വരെ അടിച്ചിട്ടുണ്ട്. ഈ ഭാഗം അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ലെവലേ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇത്രയും ഒരു ലെവലെ പിടിച്ച് നമ്മൾ 2 അറ്റവും പിടിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ലെവലൊന്നും നോക്കണ്ട. നമ്മൾ രണ്ടും ആദ്യം അത് പിടിക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ കണ്ടാലും അറ്റത്തിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അത് പിന്നെ ഇലാസ്റ്റിക് വെക്കുമ്പോൾ അതങ്ങ് മാറിപ്പോകും. ഇനി നമുക്കിതിൻ്റെ സ്ലിറ്റ് ഒന്ന് തയ്ക്കാം. നമ്മളിത് ചുരിദാറിന് സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തയ്ച്ചാൽ മതി. നമ്മൾ ഇതിങ്ങനെ ചരിച്ചാന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഇതങ്ങ് നേരെ അങ്ങാക്കുക.
നേരെ ആക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു ഇത്തിരി ഒന്ന് മടക്കുക, പിന്നെ ഒരു കാലിഞ്ച് മതി, കാലിഞ്ചിലൊന്ന് മടക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് ചെയ്യുന്ന പോലെ നമുക്കിതൊന്ന് ചെയ്യാം. അതേപോലെ ഈ ഭാഗത്തും ഇങ്ങനെ മടക്കി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ 2 സ്ലിറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ നമ്മൾ 2 സ്ലിറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുവശത്ത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. പാൻറ്റിൻ്റെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിതൊന്ന് 1/2 ഇഞ്ചിലൊന്ന് അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററും കറക്റ്റ് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ചും കൊടുക്കണേ. നമ്മൾ തയ്ച്ചിട്ടുണ്ടേ. നമുക്ക് എന്തുവായാലും ഒരു ഇച്ചിരി ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റിയാൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ഈ കാലിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുവാണേ. ഞാൻ 3 ഇഞ്ചാണ് വിടാൻ പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ 1.5 ഇഞ്ച് വിട്ടിട്ട് 1.5 ഇഞ്ച് അങ്ങനെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാം. ഇച്ചിരി കൂടെ വീതിയുള്ള പടി വേണമെങ്കിൽ ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇച്ചിരി വീതിയുള്ള പടിയും കിട്ടും. ഇത്രയേ ഉള്ളൂ സ്ലിറ്റ് കിട്ടുന്നത്. അത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം. ചെറിയ സ്ലിറ്റ് വേണമെങ്കിൽ ചെറുത് ചെയ്യാം, വലുത് വേണമെങ്കിൽ പടി ഇച്ചിരി ഒന്ന് ചെറുതാക്കിയാൽ മതി. നമുക്ക് വലുതാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യണേ. ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഇതിൻ്റെ പാതി, നമ്മൾ ഈ തയ്ച്ച പാൻറ്റിൻ്റെ പാതി ഇലാസ്റ്റിക് ഞാനങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എനിക്ക് ഇത്രയും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വീതി വേണമെങ്കിൽ പാതിയും ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ പരുവത്തിനുള്ളത് തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് ഇലാസ്റ്റിക് ഇച്ചിരി ടൈറ്റായി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാതി എടുത്തത്. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് അങ്ങ് മാറ്റുക. എന്നിട്ട് നമ്മുടെ 2 ഇഞ്ചല്ലേ നമ്മൾ വിട്ടേക്കണേ. എന്നിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഫുള്ളും 1/2 ഇഞ്ചിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് 2 ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് ഫുള്ള് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും സ്റ്റിച്ച് ചെയ്യുക. പിന്നെ എന്നിട്ട് ഇത് നമ്മുടെ എത്രയാണെന്നോ നമ്മൾ 2 ഇഞ്ചല്ലേ വിട്ട്, അപ്പോൾ 1/2 ഇഞ്ച് 2 ഇഞ്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കിയിട്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്യുക. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം പിന്നെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഒരു പിടിച്ചൊരു സ്റ്റിച്ച് ചെയ്യണം. ഒരു ഫ്രില്ല് കൊടുത്തു പോകണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റായി കിട്ടത്തില്ല. നമുക്കിങ്ങനെ വരുമ്പോൾ ഒരു ഏങ്കോണിപ്പ് വരും. അപ്പോൾ നമ്മൾ അതോടൊന്നും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു ഫ്രില്ല് കൊടുത്ത് അങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ അത് നമ്മൾ ശരിക്കൊന്ന് തേച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറിപ്പോകും. എന്നിട്ട് നമ്മളിനി ഇവിടെ ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പിൻ വെച്ചിട്ട് ഈ ഇലാസ്റ്റിക് നമ്മൾ ഈ ഗ്യാപ്പിൽ കൂടെ കടത്തിയിട്ട് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യും. ഇലാസ്റ്റിക് അതേ കൂടെ കടത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ കുറേ സ്റ്റിച്ച് കൊടുക്കണേ. സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതിവിടെ നല്ല ബലമുള്ളതാക്കി എടുത്തിട്ട് നമുക്കിത് അകത്തോട്ടിട്ടിട്ട് ഈ നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടാലോ ഇലാസ്റ്റിക്കിന്, ആ ഗ്യാപ്പും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റ് റെഡി ആയിട്ടുണ്ടാവുമേ. അപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റ് നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും പറയുക. താങ്ക് യു.